You turn toward me and look so weak. I've never seen you with such tired eyes. And everything we said we'd be, we just traded for a suit coat and a tie. And underneath the rows of trees, I will എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഇന്നൊരു ഹോം ടൂറിൻ്റെ വീഡിയോ ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു ഹോം ടൂർ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പുറത്തൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് നമുക്ക് വീടിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് വീടിനുള്ളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ പൊന്നുവിനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ വരുന്ന വഴിയാണ്, സൈക്കിളിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സൈക്കിളിൽ വന്നപ്പോൾ രാവിലെയുള്ളൊരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണ്. അങ്ങ് ദൂരെ ഒരു വാട്ടർ ടാങ്ക് കാണുന്നുണ്ട്, ഒരു വലിയൊരു ബിൽഡിങ്ങാണ്, അതും അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇതാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ. നമുക്ക് സൈക്കിളൊന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് വീടിനുള്ളിലേക്ക് പോകാം. അപ്പോൾ സൈക്കിൾ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു റൂമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സൈക്കിൾ ലോക്ക് ചെയ്ത് വെക്കാം. ഇതാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്കുള്ള മെയിൻ എൻട്രൻസ്. നമ്മൾ കീ ഇട്ട് തുറക്കുമ്പോൾ തന്നെ ഓപ്പൺ ആവും. അതുപോലെ തന്നെ കയറി ചെല്ലുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ലെറ്റർ ബോക്സിന് വേണ്ടിയിട്ട് ഓരോ ഫ്ലാറ്റിലും ഓരോ ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് ലിഫ്റ്റാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടേത് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് അല്ല, ഒരു എൽ ഷേപ്പിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇതാണ് മെയിൻ ഡോർ. നമുക്ക് വീടിനുള്ളിലേക്ക് പോകാം. അപ്പോൾ ഡോർ തുറന്ന് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ എല്ലായിടത്തെയും പോലെ ഒരു ഷൂ റാക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ജാക്കറ്റും തൊപ്പിയും ഒക്കെ വെക്കാനായിട്ട് ഒരു ഷെൽഫ് പോലെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഷൂ റാക്ക് ഉണ്ട്. ഷൂ റാക്കിന് തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു സ്റ്റോറേജ് ഉണ്ട്. അത് കുട്ടികളുടെ കളിപ്പാട്ടം വെക്കുന്ന ഒരു സ്റ്റോറേജ് ബോക്സാണ്. അപ്പോൾ നമ്മളവിടെ സാനിറ്റൈസറും ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് വരാണെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ജാക്കറ്റും അതുപോലെ തന്നെ പുറത്ത് പോകുന്ന ഹാൻഡ് ഗ്ലൗസ്, തൊപ്പി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ബോക്സ് ഉണ്ട്. അപ്പോൾ അതിലൊന്നിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഹാൻഡ് ഗ്ലൗസും തൊപ്പിയും, അതുപോലെ മറ്റൊരു ബോക്സിൽ കുട്ടികളുടെ ഉണ്ട്. അതുപോലെ നമ്മൾ പുറത്തേക്ക് പെട്ടെന്ന് പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ള ഹാൻഡ് ബാഗൊക്കെ ഞാൻ ഇവിടെയാണ് തൂക്കിയിടുന്നത്. അപ്പോൾ നമ്മൾ വന്ന് കയറുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ട് ഒരു റൂമുണ്ട്. അപ്പോൾ ഇത് കിഡ്സ് റൂമാണ്. അപ്പോൾ നമുക്ക് കിഡ്സ് റൂമിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതാണ് കിഡ്സ് റൂം. അപ്പോൾ ഈ ഒരു റൂമിൽ ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാനായിട്ട് ഒരുപാട് സ്ഥലമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു റൂമെന്ന് പറയുന്നത് 3 റൂമാണ്. അപ്പോൾ സ്വീഡനിൽ 3 റൂം 2 റൂം അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ 2 BHK 3 BHK എന്ന് പറയുന്ന പോലെ. പക്ഷേ ഇവിടുത്തെ 3 റൂം എന്ന് പറഞ്ഞാൽ 2 ബെഡ്റൂമും ഒരു ഹോളും, അതാണ് 3 റൂം. അപ്പോൾ ഈ ഒരു റൂമിൽ ഈ ഒരു ബെഡുണ്ട്. വളരെ താഴ്ന്നൊരു ബെഡാണ്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു മാറ്റും വെച്ചിട്ടുണ്ട്, ഭിത്തിയോട് ചേർന്നിട്ട് തണുപ്പൊന്നും അടിക്കാതിരിക്കാനായിട്ട്. അതുപോലെ തന്നെ 2 ടൈപ്പിലുള്ള കർട്ടനും നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തറയിൽ കാർപ്പറ്റാണ്. അതുപോലെ നമ്മുടെ ട്രെഡ്മില്ലും അതുപോലെ യോഗ മാറ്റും അതൊക്കെ നമ്മൾ ഈ ഒരു റൂമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാം. ഇത് നേരത്തെ ഹോളിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അടുത്താണ് ഇങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു കിഡ്സ് റൂമിൽ നിന്ന് നേരെ ഇറങ്ങുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഒരു സ്റ്റോറേജ്, ഒരു കബേർഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജാക്കറ്റ്സും അതുപോലെ തന്നെ പുറത്തേക്ക് പോകുമ്പം ഷോപ്പിംഗ് ബാഗ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അവിടെ വെക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടൊരു മിറർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലിവിങ് റൂം. നമ്മൾ ഡോറ് കടന്ന് നേരെ വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വ്ളോഗ്സിലെല്ലാം നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ലിവിങ് റൂമിൻ്റെ ഇതൊരു കിഴക്ക് ഭാഗമാണ്. ആ ഒരു കിഴക്ക് ഭാഗത്ത് കോർണറിലായിട്ട് നമ്മൾ ഭഗവാനും വച്ചിട്ടുണ്ട്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഒരു TV യൂണിറ്റാണ്. അപ്പോൾ ഈ ഒരു TV യൂണിറ്റിൻ്റെ
ബോക്സിലെല്ലാം സ്റ്റോറേജാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ സോക്സ്, അതുപോലെ കുട്ടികളുടെ സോക്സും സ്കൂളിലേക്ക് പോകുന്ന അണ്ടർ ഗാർമെൻസും സോക്സും അതൊക്കെയാണ് അവിടെ ബോക്സിലാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വലിയൊരു വിൻഡോ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാൻഡിൽസും ഒക്കെ വെക്കുന്ന ഈ ഒരു സൈഡിലാണ്. ഈ ഒരു വ്യൂ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് ദൂരെ ഒരു സ്കൂളുണ്ട്. ഇന്നിപ്പോൾ നല്ല വെയിലുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ 2 ദിവസം മുന്നേ ഇവിടെ നല്ല മൂടൽമഞ്ഞൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു സോഫയാണ്. അപ്പോൾ സോഫയ്ക്ക് താഴെയായിട്ടൊരു കാർപ്പറ്റും ഇട്ടിട്ടുണ്ട്. സോഫയുടെ അടുത്തായിട്ട് തന്നെ ഇതുപോലെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് നമ്മൾ ഫോട്ടോസും അതുപോലെ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സും നമ്മൾ മെയിനായിട്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ വെക്കുക. ലാപ്ടോപ്പും അതുപോലെ ചാർജർ, ക്യാമറ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ബോക്സിലാണ് നമ്മൾ വെക്കുന്നത്. ഇതിന് മുകളിലായിട്ടൊരു മാർബിളിൻ്റെ ഒരു കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ അതിന് മുകളിലായിട്ടാണ് നമുക്ക് എന്തെങ്കിലും പോറലൊക്കെ വീഴുന്ന സാധനം ഉണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് വെക്കാം. ഇതിലും ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് കുട്ടികളുടെ ഡ്രസ്സാണ്, സ്കൂളിൽ പോകാനുള്ള ഡ്രസ്സ്. 2 പേരുടെയും ടോപ്പ് വരെ ബോട്ടം വരെ നമ്മൾ ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ വ്ളോഗിങ് ചാനലായിട്ടുള്ള ബിൻസി വ്ളോഗ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ 2 പേരുടെയും വെച്ചിട്ടുണ്ട്. അതുപോലെ ചാർജറും ക്യാമറ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു സ്റ്റോറേജിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ലിവിങ് റൂം കഴിഞ്ഞ് വന്നാൽ നമ്മൾ ഡൈനിങ് ടേബിൾ ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. സോഫയുടെ തൊട്ട് പുറകിലായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു വീട് വന്നിട്ടുള്ളത് ഒരു സ്ക്വയർ ഷേപ്പിലല്ല, ഒരു എൽ ഷേപ്പ് പോലെയാണ്. അപ്പോൾ നമ്മൾ ഫർണിച്ചർ കുറച്ച് പാടാണ് അറേഞ്ച് ചെയ്തിടാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റി ഇടാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് മാറ്റാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇട്ടപ്പോൾ നമുക്ക് ആ ഒരു കിച്ചൻ്റെ ഏരിയയിൽ കുറച്ചധികം സ്പേസ് കിട്ടുന്ന പോലെ തോന്നി. അപ്പോൾ കുട്ടികൾക്ക് അവിടെ ഇരുന്ന് കളിക്കാനും അങ്ങനെയൊക്കെ കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്ന പോലെ തോന്നി. പിന്നെ ഈ ഒരു വീടിന് ബാൽക്കണി ഇല്ല. ഒരു ബാൽക്കണി ഡോറുണ്ട്, പക്ഷേ പുറത്തേക്ക് നമുക്ക് എക്സ്റ്റൻഷൻ ഇല്ല. ജസ്റ്റ് ഒരു ഗ്ലാസിൻ്റെ ഒരു കവറിങ് ആണ്. അപ്പം നമുക്ക് ബാൽക്കണി എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഈ ഒരു വീട്ടിലില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹോളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ലിവിങ് റൂം, ഡൈനിങ് റൂം. ഇനി നമ്മൾ റൈറ്റ് സൈഡ് എടുത്ത് പോവുകയാണെങ്കിൽ അവിടെയായിട്ട് 3 വലിയ കബേർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 വലിയ കബേർഡ്സിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നിൽ എൻ്റെത്, ഒന്നിൽ ഹസ്ബൻഡ്, ഒന്നിൽ കുട്ടികളുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ സാധനങ്ങൾ അങ്ങേയറ്റത്തതിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു കബേർഡൊന്ന് തുറന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കബേർഡിൻ്റെ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു കബേർഡിൽ നമ്മൾ മെയിനായിട്ടും ജാക്കറ്റ്സും അതുപോലെ തന്നെ ടോപ്സും ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹാൻഡ് ബാഗും പുറത്തോട്ട് പോകുന്ന കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ ബോക്സിലാക്കിയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ വെറുതെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പൊടിയും കയറും, ആകെ ഒരു അലമ്പായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ബോക്സിലാക്കിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഏറ്റവും താഴെ വന്നിട്ട് ഒരു വലിയൊരു സ്റ്റോറേജാണ്. അതിൽ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ അടിക്കൊന്നും വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അതിൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി. എന്നിട്ട് സിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ആയിരിക്കും. ഇവിടെ ഇതുപോലെ ചെറിയ ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിരിക്കും. അതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ ആയിട്ടൊരു ഹാങ്ങിങ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയ ചെറിയ പോക്കറ്റ്സുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് കൊച്ചുകുട്ടികളുടെ ഹെയർ ബാൻഡ്സ്, അതുപോലെ സൺഗ്ലാസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നമുക്ക് ഇട്ട് വെക്കാം. അപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണത്. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്തുള്ള കബോർഡ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു കബോർഡിൻ്റെ ഏരിയയിൽ നിന്ന് നേരെ വരുമ്പോൾ തന്നെയാണ് ടോയ്ലറ്റ്. അപ്പോൾ ഈ ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഒരു ടോയ്ലറ്റാണ് ഈ ഒരു വീട്ടിലുള്ളത്. അപ്പോൾ ഇതൊരു റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റാണ്. 3 റൂമാണ്, 2 ബെഡ്റൂം, ഒരു ഹാള്, കിച്ചൺ, ഒരു ടോയ്ലറ്റ്. ഇത്രയാണ് ഈ ഒരു വീട്ടിൽ ഉള്ളത്. ടോയ്ലറ്റിൽ തന്നെ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ റെൻറ്റിന് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, അതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ടോയ്ലറ്റ് തന്നെയാണ്. വാഷിംഗ് മെഷീന് മുകളിലായിട്ടാണ് നമ്മൾ ടൂത്ത് പേസ്റ്റും ബ്രഷും അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന ക്രീമും ഒക്കെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട്. വാഷ് ബേസിൻ്റെ താഴെയും ഒരു സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ലോഷൻ അതൊക്കെ നമ്മൾ ഈ ഒരു വാഷ് ബേസിൻ്റെ താഴെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ വീട് തൂക്കാൻ ഉപയോഗിക്കുന്ന ചൂല്, മോപ്പ്, അതൊക്കെ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ റൈറ്റ് സൈഡിൽ ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബാത്റൂം. അപ്പോൾ ബാത്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഇവിടുന്ന് ഇതും അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂമാണ്. ബെഡിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ടേബിളും അതുപോലെ തന്നെ ഒരു സൈഡ് ലാമ്പും വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബെഡും ഫുൾ സ്റ്റോറേജ് ആണ്. ഇതിൻ്റെ 2 സൈഡിലും അതുപോലെ തന്നെ 4 വലിയ സ്റ്റോറേജ് ബോക്സും ഉണ്ട് ഈ ഒരു ബെഡിൽ. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു ബെഡ്. പിന്നെ അത് കൂടാതെ ഒരു കബോർഡ് കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ബെഡിൻ്റെ 4 സൈഡും ഇതുപോലെയുള്ള വലിയ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അപ്പോൾ അതിലും നമ്മൾ ഇതുപോലെ ഒരു ബ്ലാക്ക് ബോക്സാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു ഉള്ളൊരു ബോക്സാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബെഡ്ഷീറ്റും അതുപോലെ തന്നെ കർട്ടൻസും അതൊക്കെ നമുക്ക് കഴുകി ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറേജാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ എക്സ്ട്രാ ആയിട്ട് വരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ നമുക്കിതിൽ ഇട്ട് വെക്കാം. പക്ഷെ ഒരുപാട് വെയിറ്റ് ഇട്ട് വെക്കരുത്, ഒരുപാട് വെയിറ്റ് താങ്ങാനുള്ളൊരു ഇതില്ല. അപ്പോൾ ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ തന്നെ ആയിട്ടൊരു വിൻഡോയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വിൻഡോ തുറക്കാം, ഫുള്ളായിട്ടും തുറക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ ചെറുതായിട്ടായി വരുന്നുണ്ട്. അതുപോലെ കുറച്ച് നേരത്തെ ഇരുട്ടുന്നുണ്ട്. അപ്പം സമ്മറൊക്കെ ആകുമ്പോൾ നമ്മൾ ഡാർക്കായിട്ടുള്ള കർട്ടൻസ് ഇട്ടാണ് നമ്മൾ ഒന്ന് ഇരുട്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നേരെ ഇറങ്ങി വന്നിട്ട് നമ്മളിനി നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. അപ്പോൾ കിച്ചണിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇവിടെ തന്നെ കുട്ടികളുടെ ഒരു ചെറിയൊരു കിച്ചണുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് കളിക്കാറുണ്ട്. അപ്പോൾ നേരത്തെ ഇതൊക്കെ നമ്മൾ കിഡ്സിൻ്റെ റൂമിലായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ കിഡ്സ് വേറെ റൂമിലാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ അവിടെ ആയിട്ട് വെച്ചു. ഈ ഒരു കിച്ചൺ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. നമ്മൾ കിച്ചൺ ടൂർ വീഡിയോ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ ഉണ്ട്. ഒന്ന് കിച്ചൺ ഓർഗനൈസേഷനും അതുപോലെ തന്നെ കിച്ചൺ ടൂറും വിശദമായിട്ട് നമ്മൾ കിച്ചൺ ഫുള്ള് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ള അപ്ഡേഷൻ മാത്രം ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു വോളാണ്. അപ്പോൾ ആ ഒരു വോളിൽ വന്നിട്ട് ഒരു ഫ്രിഡ്ജും ഉണ്ട്, അപ്പുറത്തായിട്ട് ഒരു സ്റ്റോറേജും ഉണ്ട്. ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ വീഡിയോയും നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ നമ്മളിപ്പോൾ പുതുതായിട്ട് വരുത്തിയൊരു മോഡിഫിക്കേഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതും സ്റ്റോറേജാണ്. അപ്പോൾ നമ്മൾ ഗ്രോസറി സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ കുപ്പിയിലേക്ക് ഇട്ടിട്ട് ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു ബോക്സിലാണ് ഇപ്പോൾ സൂക്ഷിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റാൻഡ് മിക്സറും അതുപോലെ ഫ്രൂട്ട്സും
മുട്ട, ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണിത്. അപ്പോൾ ഇവിടെ കുറച്ച് ഏരിയ ഇങ്ങനെ സ്പേസ് കിട്ടി നമുക്ക് പുതുതായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്ലാക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു വൈറ്റ് ബോർഡും ഉണ്ട്. അപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് എന്തെങ്കിലും എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, അപ്പോൾ അവിടെ ഒരു പടിയുണ്ട്. അപ്പോൾ അവിടെ ചെടികളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മൈക്രോ ഗ്രീൻസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത് പുതിനയാണ്. അപ്പോൾ ഈ ഒരു പുതിന എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുപ്പിയിലിട്ട് വേരിറക്കിയിട്ട് കിളിപ്പിച്ചിട്ട്, അപ്പോൾ ഇതൊരുപാട് പൊട്ടിക്കിളിച്ച് താഴേന്ന് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം വെച്ചപ്പോൾ വളരെ ചെറിയൊരു ഇതായിരുന്നു, ഇപ്പോൾ ഒന്ന് പടർന്ന് ഇതൊക്കെ പുതിയതായിട്ട് കിളിച്ച് വന്നതാണ്. മല്ലിയില നമുക്ക് ചട്ടിയോട് കൂടിയിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും, അതാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വർക്ക് ടേബിളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ടേബിളൊന്നുമില്ല, നമ്മളിവിടെ നിന്ന് വർക്ക് ചെയ്യാറുണ്ട് ഈ ഒരു സ്റ്റോറേജ് ബോക്സിൽ മുകളിൽ. അതുപോലെ തന്നെ കൂടുതലും ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പുറത്തെന്തെങ്കിലും വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ കിച്ചൺ ടൂറിന് മുൻപ് കാണാത്തവർക്കായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത്, ലോക്ക്ഡൗണൊക്കെ തുടങ്ങിയ ആ ഒരു സമയത്ത് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഇപ്പോഴും ഇതുപോലെ തന്നെ ഇരിപ്പുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനായിരുന്നു. അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും ഓർഗനൈസ് ചെയ്യും, പെട്ടെന്ന് തന്നെ അതെല്ലാം അലമ്പായിട്ട് വീണ്ടും പഴയപടി ആകാറുണ്ട്. പക്ഷേ ഇത്തവണ ചെയ്ത ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പക്കായിരുന്നു. അപ്പോൾ ഇപ്പോഴും വളരെ എഫിഷ്യൻ്റായിട്ടത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടൊന്ന് കണ്ടു നോക്കണം. അപ്പം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോം ടൂറാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീടൊരു 3 റൂം റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റാണ്. സ്വീഡനിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്